കിട്ടിയോ? ഭാര്യ ഭാര്യ അല്ലേ? ശശിയേട്ടാ, ഓ എന്താ വിളിച്ചേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഞാനിപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്വഭാവം. കാരണം അവിടെ കുത്തിരിക്കുമ്പോൾ ചോദിക്കും പുറത്തേക്ക് പോകാനില്ലെന്ന്. പുറത്തേക്ക് വന്ന് അപ്പം ചോദിക്കും എപ്പോഴാ വരികയെന്ന്. അത് ഞാൻ വെറുതെ ഞാൻ എന്നെ വൈപ്പെന്ന് വിളിക്കാതെ കയ്പെന്ന് വിളിക്കുന്നത്. ഇപ്പം എന്താ കാര്യം? ഞാൻ ഇപ്പോൾ അവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. എന്റെ ശശിയേട്ടൻ എന്ത് വിളിച്ചാലേക്ക് കുഴപ്പമില്ല. എന്നെ കയ്പെന്നോ വൈഫെന്നോ എന്താ ചോദിച്ചോ. പറി എനിക്ക് ഒന്നാം തീയതിയാണെന്ന്. അതെ, നമ്മുടെ മോളില്ലേ, നമ്മുടെ മോളുടെ കോളേജിൽ നിന്ന് കുറെ കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ. എന്താ പിന്നെ കോളേജിൽ അസംബ്ലി നമ്മളെ വീട്ടിലേക്ക് ആക്കിക്കണം? പൊന്ന് ശശിയേട്ടാ, നമ്മുടെ വീട് കാണാൻ വേണ്ടിട്ട് കുട്ടികൾ വരികയാണ്. ആയിക്കോട്ടെ, പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടില്ല, കണ്ടിട്ട് പോയിക്കോട്ടെ. അതിന് പിന്നെ എന്തിനാണിത് വിളിച്ചത്? എന്തിനാന്ന് വെച്ചാലേ ഓര് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? ആ ഭക്ഷണം അവിടെ ഉണ്ടല്ലോ, റേഷാപ്പിൽ അരിയുണ്ട് 25 കിലോ. പാവങ്ങളാണ് നമ്മൾ പാവങ്ങളായിക്കോട്ടെ, ഒരു വരുന്നൊരു പണക്കാരല്ലേ. അതിനെന്താണ്? അപ്പൊ ഓർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ നമ്മള്? അയ്യോ മല്ലിക, ഇപ്പം പൈസക്കാരാണ് റേഷാപ്പിൽ അരി അടിച്ചു പോണത്. എന്നിട്ട് ഓല് ചോദിച്ചാൽ പറയാൻ എന്താ അറിയാം, ഈ അരി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംഗതി വില കുറവാന്ന് പറയില്ല. നമ്മളമായുള്ള പാവങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു കയറി പോണത്. ഈ തൽക്കാലം അത് കൊടുത്താൽ മതി. ഈ വിട്ടവിടുന്ന് ശശിയേട്ടനല്ലേ പറയ്. അതെ, നമുക്ക് കുറച്ച് നെയ്ച്ചോറ് കൊടുത്താലോ? നെയ്ച്ചോറാ? എന്റെ പൊന്നു മല്ലിക, എന്റെ കല്യാണത്തിന് അന്നാ ഞാൻ നെയ്ച്ചോറ് തിന്ന്, പിന്നെ ഞാൻ തിന്നിട്ടേ ഇല്ല. ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ എന്താ തിന്നാത്തപ്പോ? അതല്ല, പാവങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ സമ്പന്നന്മാരും കുറെ ആളുകളൊക്കെ തിന്നുന്ന സാധനം. അതൊക്കെ എന്താ വില? അതുമല്ല, ഈ പിന്നെ നെയ്ച്ചോറിൽ 2 അരി ഉണ്ട്, ഒന്ന് കോലു ഒന്ന് മൈനി. ഓ, മൈനല്ല, കോല റൈസ്. കോലക്ക് 2600 ഉറുപ്പിക ഇട്ടാന്ന്. ഞാൻ 28 കൊല്ലട്ടായി തിന്നിട്ട്. അത് സാരില്ല, നമുക്ക് ഇന്ന് തിന്നാം. എന്നാ ശരി, പണ്ടാറടക്കാം. 1 കിലോ മേടിച്ചു വരാം. മതി നിർത്ത്. പറഞ്ഞോ എന്താ അവിടെ ആരാള്? അവിടെ ഒന്നല്ല, മണികണ്ഠനാണേ. ഓന് നാളെ ഷോപ്പ് ലീവാണല്ലോ. അപ്പൊ അതിനെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. പറഞ്ഞോ. അല്ലേ, ഏത് ഷോപ്പ് ലീവ്? മനസ്സിലായില്ല. അല്ല, മൊത്തം 1-ാം തീയതി ഒരുവിധം സ്ഥലത്തൊക്കെ പിന്നെ സ്നേഹമുള്ള സ്ഥലത്തൊക്കെ ലീവാണേ. ചിക്കനും കൂടെ വാങ്ങിച്ചിട്ട് വരിക. ചിക്കനോ? എന്റെ മോളെ, ചിക്കൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഇറച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ബോർഡ്, വൈകുന്നേരം ഒരു ബോർഡ്, രാത്രി ഒരു ബോർഡാ. 10-250 ഉറുപ്പിക വേണം. ഒരു കാര്യം ചെയ്യ, എന്റെ നമ്മളെ മോക്ക് വേണ്ടിട്ടല്ലേ, കോഴിപ്പാട്സ് വാങ്ങാം. കോഴിപ്പാട്സ് അല്ല, ചിക്കൻ, നല്ല ചിക്കൻ. ചിക്കൻ 1 കിലോ വാങ്ങിത്തരും. പക്ഷേ എന്റെ മോക്കും പിന്നെ ആ കുട്ടികൾക്കും കൊടുക്കരുത്. ആ ചണ്ണ ഉണ്ടല്ലോ, കാല് ആ ഇറച്ചിയുള്ള വാങ്ങാം, അത് അവിടെ വെച്ച് പൂറ്റി വെക്കണം. അതെന്റെ ശശിയേട്ടൻ തന്നെ ഞാൻ തരുള്ളൂ. ആയിക്കോട്ടെ, മതി നിർത്ത്. അല്ലേ, ഒരു കാര്യം കൂടെ പറഞ്ഞടോ. പറയട്ടെ? ദേഷ്യപ്പെടുവോ? ഇല്ല, ഈ പറഞ്ഞ മല്ലിക. ശശിയേട്ടാ, ഒരു സാധനം കൂടെ കൊണ്ടുവരണേ. എന്താ? കുറച്ച് സോപ്പ് പൊടി കൊണ്ടുവരുമോ വരുമ്പോ? അപ്പൊ മെഞ്ഞാന്ന് ഞാൻ വലിയൊരു പാക്കറ്റ് അവിടെ കൊണ്ടുവച്ചില്ലേ, ബക്കറ്റിൽ കറക്കി കുടിച്ചുകളെ. പിന്നെ വലിയ പാക്കറ്റ് ഇവിടെ ഇത്രയോണ്ട് പോകുന്ന പാക്കറ്റ് കൊണ്ടിട്ട് നിങ്ങൾ വലിയ പാക്കറ്റ് കൊടുന്നെന്ന് പറയും. അതിന് എത്ര രൂപ വിലയാന്ന് എന്റെ ചേരോ? 10 ഉറുപ്പ്യ. 10 ഉറുപ്പ്യ വേണം മല്ലിക. അടക്കത് അറിയില്ല. ഞാൻ എനിക്ക് നയിക്കാൻ പോണ ആളാ. കാരണം എന്താ പറയുക, ഒരു 10 ഉറുപ്പ്യ ഓവില് പോണ നക്കിയെടുക്കുന്ന ആളാ. അത്രയും ചെലവ് ചുരുക്കി ജീവിക്കുന്ന ഒരാളാ. വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ട് ആ മണികണ്ഠ ഉണ്ടായിപ്പോയി എല്ലാം കണ്ടല്ലോ. പിന്നെ പറയ്, ഇനി മാറ്റി കഴിഞ്ഞല്ലേ? കൊണ്ടുവരൂ ഇല്ലേ? അത് പറയാം. പറയാതെ കൊണ്ടുതരാ. ശരി, നല്ല ശശിയേട്ടന്റെ. ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചിട്ട് പോയി പണിയൊക്കെ. ഒരു കാര്യം കൂടെ പറയട്ടെ? പറഞ്ഞൂടെ. 1 കിലോ മീനും കൂടെ കൊണ്ടുവരോ? 1 കിലോ മീനോ? എന്റെ പൊന്നു മോളെ, 1 കിലോ പിന്നെ 500 മത്തിക്ക് 140 ഉറുപ്പ്യ. ഈ പാവപ്പെട്ടവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ ഉണ്ടാക്കി. പിന്നെ എന്ത് പിന്നെ മത്തി പോരെ? മത്തിയൊന്നും ആ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുക? നമ്മള് സ്രാവന്നെ വേണം. സ്രാവ് എന്നാലേ എന്റെ കാലത്തും കൊണ്ട് ഊരിക്കൊണ്ട ഞാൻ ബേപ്പൂര് കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി പണയം വെക്കട്ടെ.
750 ഉറുപ്പ്യ ഇട്ടാണ് ഒരു കിലോ സ്രാവില്. പിന്നെ നിങ്ങൾക്ക് വേറെ വല്ലിനൊക്കെ പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പൈസ ഇല്ല അല്ലേ? പറി മല്ലിക എന്റെ പൊന്ന് ശശിയേട്ടനല്ലേ കൊണ്ടണേ. പറഞ്ഞേ ശശിയേട്ടാ. പിന്നെ പിന്നെ കേക്കുണ്ടോ? പറഞ്ഞോ ഇത് പണ്ടാറടക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത്ര ധൃതി? അതല്ലെന്ന് 1-ാം തീയതി ഇവിടെ എല്ലാ ഷോപ്പ് ലീവ്, സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരണ്ടേ? ഷോപ്പ് ഓരോന്ന് ഷട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഒരു 1-ാം തീയതി ഞാൻ പറയണത് ഒന്നുകൂടെ, ആ കുട്ടികൾ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക്? ഓലെ തിരിഞ്ഞു നിർത്തിയിട്ട് പുറത്ത് 4 കുത്തു കൊടുക്കണ്ടി. ഓരോ അച്ഛനും അമ്മയുണ്ട് പുറപ്പെട്ട് പിടിച്ചിട്ട് ഓൽക്കൊരു ചെലവില്ലാത്ത രീതിയിൽ രാവിലെ തന്നെ വിരുന്നിനോയിക്കോളി. ഓൽക്കൊരു ചെലവില്ലല്ലോ. എന്റെ മോളെ പഠിക്കുന്ന കുട്ടികളെ ഇപ്പൊ എല്ലാം തേരണ്ടി വാലുകൊണ്ട് അടിച്ചു കൊന്നുണ്ടാവും. ശരി, അതെ എന്താ കൊടുക്കണ്ടെന്നറിയോ? ഐസ്ക്രീം. ഐസ്ക്രീം വലിയ വലിയ വിലയുള്ള അത് നമ്മൾ പാവങ്ങൾക്കൊന്നും നടക്കൂല. ഞാൻ പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ മാതിരിയുള്ള ഒരു സാധനം ഉണ്ട് തലയിൽ വെക്കണ ചെറുത് കോൺ ഐസ്ക്രീം. അത് കോണാണോ കോലാണെന്ന് വെച്ചാറില്ല. ആ സാധനം വാങ്ങാൻ 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. 10 അല്ല 20 ഉറുപ്പ്യ തോന്നുന്നുണ്ട്. ശരി കുറച്ചുകൂടെ കഴിഞ്ഞാൽ തീരെ സാധനം കിട്ടൂല. ശരി വാങ്ങ. അത് എത്ര എണ്ണം വേണോ? 7 എണ്ണം. 5 കുട്ടികൾ വരുന്നതിന് 7 എണ്ണം എന്തിനാ? എനിക്കൊന്നും നമ്മുടെ മോൾക്കും. അയ്യോ ഐസ്ക്രീം തിന്നോട്ടോ മോന്താ. ഈ മോളോട് പറയണ്ട ആ കുട്ടികൾ തിന്നുമ്പോ അതിനൊക്കെ തോണ്ടി തിന്നോളെ. എന്റെ പൊന്ന് ശശിയേട്ടനല്ലേ ഞാൻ പറഞ്ഞായിട്ട് നമ്മള് വയറ് മുറുക്കി ജീവിച്ചാൽ മതി. ആ കുട്ടി മോളോട് പറയാ തോണ്ടി തിന്നോളെ എല്ലാത്തൊന്നും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ അണക്കേ ഏതെങ്കിലും ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കിയിട്ട് അലച്ചോട് കൂടി നോക്കി എന്നാൽ ആ കുട്ടി പറയാൻ എന്താ അറിയാം? എന്റെ ആന്റി എന്നെ തിന്നോളെന്ന് അറിയാം. നിങ്ങളുടെ കോമഡി എന്നാ മതിട്ടാ. കേക്ക് മതി നിർത്താതെ. എനിക്ക് നിങ്ങളോട് വർത്താനം പറയാതെ എനിക്ക് ഒരു സുഖമില്ല. പറഞ്ഞേ നിങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവണേ. എന്തിനാണ്? മോള് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അയ്യോ ഞാനവിടെ ഉണ്ടാവില്ല. കാരണം അമ്മാരുടെ എന്റെ പൈസ ചെലവാക്കി ആ പെൺകുട്ടികൾ വരുമ്പോണ്ടല്ലോ ഞാൻ കുപ്പി ഗ്ലാസ് എടുത്ത് മൊത്തം എറിഞ്ഞു. നിർത്ത് മല്ലിക നിർത്ത്. വരൂലേ? ശരി ആടെ ഞാനിപ്പോ അങ്ങോട്ട് തന്നെ വരുന്നത്. ഓളെന്നും പറയായിരുന്നില്ല. ഞാനതല്ലോ എനിക്കിപ്പോ സാധനം ഇപ്പൊ എന്തായി? നേരത്തെ എത്തതാണ് നീ ആകെ 850 ഉറുപ്പ്യ കൂലി. അന്റെ അടുത്ത് കട്ട് ചെയ്തിട്ട് അല്ല ഇന്നലെ 1.5 ലക്ഷം ഉറുപ്പ്യ വന്നില്ലല്ലോ. കുളിപ്പിച്ചെടുത്ത് തരിക വരിക. അത് പേറും ചാമ്പലായി എടുക്ക് പേഴ്സ് എടുക്ക്. പിന്നെ വേറെ ഒരു ടീമും എടുപ്പിക്കില്ല കട്ടടി. നോട്ടിന്റെ വാസനയേ ഇല്ലല്ലോ. അപ്പൊ ഈ പേഴ്സ് വാങ്ങിയിട്ട് പൈസ ഇട്ടില്ല. പിന്നെ എന്തിനാണ്ടത് വെറുതെ കൊണ്ട് കിടക്കണേ? വീഡിയോ കളിക്കാത്ത തീപ്പെട്ടി കൊണ്ട് കിടക്കണായി അവിടെ വെച്ചോ. കാര്യം ചെയ്യും. ഞാൻ നേരത്തെ തന്നില്ലേ? വേഗം ചെന്നൊരു പൊലച്ചക്കോയിന്റെ അടുത്ത് വാങ്ങിക്കാം. എടാ ഇത് ബ്ലാക്കിന് വിൽക്കുന്ന ആൾക്കാരെ പേര് അങ്ങനെയൊക്കെ ആയിരിക്കും. പൊലച്ചക്കോയി, കരിങ്കൊരുങ്ങ്, കരിന്താസ് അങ്ങനെയൊക്കെ. അല്ലാതെ പോലെ ശ്രീവൽപ്പനാവെന്ന് ആരും ഇടൂല. വേഗം എല്ലാവരും